തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥരുടെ മരണത്തിൽ ആൺ സുഹൃത്തിനെതിരെ ഗുരുതര ആരോപണവുമായി മരിച്ച മേഘയുടെ കുടുംബം. മകൾക്ക് IB ഉദ്യോഗസ്ഥനായ ആൺ സുഹൃത്തിൻ്റെ ഭീഷണി ഉണ്ടായിരുന്നതായി പിതാവ് മധുസൂദൻ പറയുകയാണ്. കൂടുതൽ ഭീഷണിയും ചൂഷണവും സംശയിക്കുന്നതായി മേഘയുടെ കുടുംബം ആരോപിച്ചു. മാർച്ച് 24 IB ഉദ്യോഗസ്ഥയായ മേഘ തിരുവനന്തപുരത്ത് ട്രെയിൻ തട്ടി മരിച്ചത്. മകളുടെ ആത്മഹത്യയ്ക്ക് പിന്നിൽ ആൺസുഹൃത്തെന്ന പിതാവ് മധുസൂദനൻ. അവൻ്റെ ഭീഷണി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ ആത്മഹത്യ ചെയ്തതെന്നും അതുപോലെ തന്നെ ഈ പൈസ കൈമാറാൻ കാരണവും അത് തന്നെയാണെന്നാണ് നമ്മുടെ വിശ്വാസം. മേഘ സാമ്പത്തികമായും ആൺസുഹൃത്ത് ചൂഷണം ചെയ്തുവെന്ന കുടുംബം. ട്രെയിനിങ് സമയത്ത് പരിചയപ്പെട്ട സുഗാന്ത് സുരേഷ്, എടപ്പാൾ സ്വദേശിയായ സുഗാന്ത് സുരേഷ് എന്ന IB ഉദ്യോഗസ്ഥനാണ് ഈ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. നമ്മൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിച്ചപ്പോൾ മെയ്ക്ക് ശേഷം മുതൽ അവരുടെ അക്കൗണ്ടിൽ നിന്ന് കുറച്ച് പൈസ അവൻ്റെ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട്, കുറച്ച് തിരിച്ചും കിട്ടുന്നുണ്ട്. ഏകദേശം 10ാം മാസം വരെ അങ്ങനെ ചെറിയ എമൗണ്ടും 10ന് ശേഷം ഫുൾ എമൗണ്ടും അവൻ്റെ അക്കൗണ്ടിലേക്ക് പോയിട്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് കാണുന്നത്. ഭീഷണിയോടൊപ്പം ദുരുപയോഗപ്പെടുത്തിയോ എന്നും സംശയിക്കുന്നതായി മേഘയുടെ അമ്മാവൻ സന്തോഷ് ശിവദാസൻ. എറണാകുളം ഒരാഴ്ചയിൽ തന്നെ 3 ദിവസം യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ കുട്ടിയെ മിസ്യൂസ് ചെയ്തിട്ടാണ് ഈ പൈസ കൊണ്ടുപോയിട്ടുള്ളതെന്ന് ഇപ്പം ഞങ്ങൾക്ക് സംശയമുണ്ട്. IB ഉദ്യോഗസ്ഥരുടെ മരണത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. യുവതിയുടെ ലാപ്ടോപ്പ് അടക്കം പോലീസിന് കുടുംബം കൈമാറിയിട്ടുണ്ട്. ലാപ്ടോപ്പിന്റെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം കൂടുതൽ തെളിവുകൾ പുറത്തുവരുമെന്നാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ. കൈരളി ന്യൂസ്, പത്തനംതിട്ട. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി സുജു ടി ബാബു ചേരുകയാണ്. സുജു, ഈ വളരെ രഹസ്യാന്വേഷണ സംബന്ധിയായ ജോലി ചെയ്യുന്നവരാണ്. ഈ മോദി സർക്കാരിൻ്റെ കീഴിലുള്ള ആ ഡിപ്പാർട്ട്മെൻറ്റിലെ പോലും വിഷയങ്ങളുടെ കാര്യത്തിൽ വരുത്തുന്ന വീഴ്ചകൾ കൂടിയാണ് ഇതിൽ പ്രതിഫലിക്കുന്നത്. അങ്ങനെ കൂടി വശമുണ്ട്. ഇതിലൊരു വ്യക്തിപരമായ വശം മാത്രമല്ല ഉള്ളത്. തീർച്ചയായിട്ടും അജിംഷാദ്, എമിഗ്രേഷൻ വിഭാഗത്തിലെ IB ഉദ്യോഗസ്ഥയായിരുന്നു മേഘ. കഴിഞ്ഞ ഈ മാസം 24 മേഘയെ തിരുവനന്തപുരത്ത് പേട്ട റെയിൽവേ സ്റ്റേഷന് സമയം റെയിൽവേ ട്രാക്കിൽ ട്രെയിൻ തട്ടി മരിക്കുന്നത്. ഈ മേഘയുടെ ആത്മഹത്യയ്ക്ക് പിന്നിൽ ആൺസുഹൃത്തായിരിക്കുന്ന എടപ്പാൾ സ്വദേശിയാണെന്നാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത്. അത് മേഘയുടെ പിതാവ് മധുസൂദൻ പറയുന്നത് സാമ്പത്തികമായി ചൂഷണം ചെയ്തു. മാത്രമല്ല മേഘയുടെ കടുത്ത ഭീഷണി ഈ ആൺസുഹൃത്ത് മുഴക്കിയിട്ടുണ്ടാകാമെന്നാണ് പിതാവ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ മേഘയുടെ ബാങ്ക് അക്കൗണ്ടിൽ അവസാനം 80 രൂപ മാത്രമായിരുന്നു അവശേഷിച്ചിരുന്നത്. മേഘയ്ക്ക് പല ദിവസങ്ങളിലും ഭക്ഷണം കഴിക്കാൻ പോലും പൈസയില്ലായിരുന്നു. അതുപോലെ ആയിരുന്നു ആൺസുഹൃത്ത് മേഘയുടെ ശമ്പളത്തിൽ നിന്ന് പണം ലഭിക്കുമ്പോൾ തന്നെ അത് മേടിക്കുമായിരുന്നു. കഴിഞ്ഞ 3 മാസമായി ഈ ചൂഷണം തുടരുന്നുണ്ടെന്നുമാണ് മേഘയുടെ പിതാവ് സൂചിപ്പിക്കുന്നത്. പൈസ മേടിച്ച ശേഷം പിന്നീട് ഏതാണ്ട് 1000 രൂപ 1500 രൂപ അങ്ങനെ ചെറുതായിട്ട് ചെലവിന് കൊടുക്കുന്ന പോലെയാണ് കൊടുത്തിരുന്നതും. ഈ അവസാനം മേഘ ഈ ലോക്കോ പൈലറ്റിൻ്റെ മൊഴി അല്ലെങ്കിൽ അത്തരം വിശദാംശങ്ങൾ പുറത്തു വന്ന രീതിയിൽ, അതായത് ഈ ട്രെയിനിന് മുമ്പിലേക്ക് ചാടുന്നതിന് മുമ്പ് ഫോണിൽ സംസാരിച്ചു കൊണ്ടായിരുന്നു മേഘ നടന്നത്. ആ ഫോണിൽ അവസാനമായി സംസാരിച്ചതും എടപ്പാൾ സ്വദേശിയായ ആൺസുഹൃത്ത് എന്നാണ് മേഘയുടെ പിതാവ് പറയുന്നത്. മേഘയുടെ അമ്മാവൻ സന്തോഷ്, അദ്ദേഹം കുറച്ചുകൂടി ആരോപണം കടുപ്പിക്കുന്നുണ്ട്. ഈ മേഘയെ ഈ പല സ്ഥലങ്ങളിൽ ഒരുമിച്ച് യാത്ര ചെയ്യുന്നതും ആഴ്ചയിൽ എറണാകുളത്തേക്ക് വിവിധ തവണ പോയിട്ടുണ്ടെന്നും അത്തരത്തിൽ മേഘ ഏതെങ്കിലും തരത്തിൽ ദുരുപയോഗപ്പെടുത്തിയ ശേഷം ഭീഷണിപ്പെടുത്തിയതാകാമെന്നാണ് അമ്മാവന സംശയം പങ്കുവെക്കുന്നത്. എന്തായാലും ഈ ലാപ്ടോപ്പ് തെളിവായി അവർ പോലീസിന് കൈമാറിയിട്ടുണ്ട്. അതുപോലെ ഫോറൻസിക് പരിശോധനയ്ക്ക് ഫോൺ അന്ന് ട്രെയിൻ കയറി പൂർണ്ണമായി തകർന്നിരുന്നു. അതിൻ്റെ ഫോറൻസിക് പരിശോധന നടത്തണമെന്നുള്ള ആവശ്യവും കുടുംബം മുമ്പോട്ട് വെക്കുന്നുണ്ട്. അന്വേഷണം പുരോഗമിക്കുകയാണ്. അജിംഷാദ, തീർച്ചയായും സമഗ്ര വിവരങ്ങളാണ് സുജു ടി ബാബു നൽകിയത്. മറ്റൊരു വിഷയത്തിലേക്ക് നമുക്ക് പോകാം. കേരള പോലീസിൻ്റെ മാതൃകാ നടപടി മയക്കുമരുന്ന് വേട്ടയിൽ. അതിലേക്ക് പോകാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. പിട്ടപ്പിള്ളിൽ ബൈ ആൻഡ് ഫ്ലൈ നേടൂ യൂറോപ്പിലേക്ക് സ്വപ്നയാത്ര. Introducing Birla Opus Paints. VKC Pride. Celebrate hard work. Today's special programs powered by Mediterranean Hospital, Compassionate Patient Care. Co-powered by Join India's #1 Commerce Institute, IIC, Lakshya. In association with
ഇനി വസ്ത്രങ്ങളുടെ വൃത്തിക്ക് സോപ്പും പൊടിയും വേണ്ട. സോപ്പിക്. പിട്ടാപ്പിള്ളിൽ ബൈ ആൻഡ് ഫ്ലൈ നേടൂ യൂറോപ്പിലേക്ക് സ്വപ്നയാത്ര. പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്, സ്വീറ്റ് ബാസ്ക്കറ്റ് ബേക്കറി, മൊവൈല ഷാർജ, കരാമ ദുബായ്. പൊൻകതിർ പുട്ട് സോഫ്റ്റ് ആകാൻ ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം. പേസ് ഗ്രൂപ്പ്, അറിവിന് അതിരുകളില്ല, എല്ലാവർക്കും ഒരേ അവസരം. റീഗൽ ജുവലേഴ്സ്, കേരളത്തിലെ ഏറ്റവും വലിയ മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്. മാതൃഭൂമി, യഥാർത്ഥ പത്രത്തിന്റെ ശക്തി. ഡയമണ്ട് ടൈൽ ഗാർഡ്, ഇനി നിങ്ങളുടെ മുറ്റവും തിളങ്ങി നിൽക്കട്ടെ. ഈവനിംഗ് ഡിബേറ്റിലേക്ക് തിരികെ. INTUC-യുടെ നേതൃത്വത്തിൽ അംഗനവാടി ജീവനക്കാരുടെ അനിശ്ചിതകാല സമരം അത് അവസാനിപ്പിച്ചു. സംസ്ഥാന ധനമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ ലഭിച്ച ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത്. 3 മാസത്തിനകം പ്രശ്നങ്ങൾ പഠിക്കാൻ കമ്മിറ്റിയെ നിയോഗിക്കാമെന്ന് ധനമന്ത്രി ഉറപ്പ് നൽകിയതായാണ് സമരക്കാർ പറയുന്നത്. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി മാനസ ചേരുകയാണ്. മാനസ, ഏറ്റവും പ്രധാനപ്പെട്ട ചില വശങ്ങളുണ്ട്. ഒന്ന്, അംഗനവാടി ജീവനക്കാരിൽ ബഹുഭൂരിപക്ഷവും CITUവിൻ്റെ കീഴിൽ അണിനിരക്കുന്നവരാണ്. വളരെ ചെറിയൊരു വിഭാഗമാണ് INTUC-ക്ക് പിന്നിലുള്ളത്. അവർ സമരം ചെയ്യുന്നു. അവർ മന്ത്രിയുമായി നടത്തിയൊരു ചർച്ചയിൽ തന്നെ സമരം പിൻവലിക്കുകയാണ്. അപ്പോൾ ആ സമരം തന്നെ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രേരിതമായി കോൺഗ്രസിൻ്റെ സമ്മർദ്ദത്തിൽ രൂപപ്പെട്ടതാണെന്ന് തെളിയുകയാണ്. 1. 2, ഇന്ന് ഈ സമരത്തിൽ സർക്കാർ ഇടപെട്ടത് എന്താണ്? സമരക്കാരോട് സംസാരിച്ചത്? തീർച്ചയായും അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ കോൺഗ്രസിൻ്റെ ഒരു ഇടപെടൽ കൂടി ഈ സമരത്തിന് പിന്നിൽ ഉണ്ട് എന്നുള്ളത് തുടക്കം മുതൽ തന്നെ വ്യക്തമായതാണ്. ഇന്ന് ഇപ്പോൾ 13ാം ദിവസമാണ് ഈ അംഗനവാടി ജീവനക്കാർ, അതായത് INTUC വിഭാഗം അംഗനവാടി ജീവനക്കാർ സമരമിരിക്കുന്നത്. കഴിഞ്ഞ 27-ാം തീയതിയാണ് ധനമന്ത്രിയുമായി സമരസമിതി കൂടിക്കാഴ്ച നടത്തുന്നത്. ഇവർ ഉന്നയിച്ചത് 10 ആവശ്യങ്ങളാണ്. അതായത് വേതന വർധനവ് ഉൾപ്പെടെയുള്ള 10 ആവശ്യങ്ങൾ ആണ് ഇവർ മന്ത്രിക്ക് മുമ്പാകെ. രാജ്യത്ത് ഏറ്റവും കൂടുതൽ വേതന വ്യവസ്ഥ കൈപ്പറ്റുന്ന അംഗനവാടി ജീവനക്കാരുള്ളത് കേരളത്തിലാണ്. തീർച്ചയായും ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഈ ഒരു വേതന വർധനവ് ഉണ്ടാക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇവർ ഉന്നയിച്ചത്. ഈ 27-ാം തീയതി തന്നെ ആദ്യ ചർച്ച തന്നെയായിരുന്നു അത്. ആ ചർച്ചയിൽ തന്നെ ഇത്തരത്തിൽ മന്ത്രി ഇവരുമായി സംസാരിക്കുകയായിരുന്നു. ഒപ്പം മന്ത്രി പറഞ്ഞത് ഇവർ ഉന്നയിച്ച ആവശ്യങ്ങൾ പഠിക്കാൻ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിക്ക് 3 മാസത്തെ സമയമാണ് കൊടുത്തിരിക്കുന്നത്. ആ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം നടപടികൾ സ്വീകരിക്കും എന്നാണ് ധനമന്ത്രി ഇവരെ അറിയിച്ചത്. ഒപ്പം പിന്നാലെ ഈ ഒരു ഉറപ്പ് അല്ലെങ്കിൽ മിനിറ്റ്സ് പുറത്തിറക്കിയിരുന്നു. അത് കഴിഞ്ഞ ദിവസമാണ് സമരക്കാർക്ക് കിട്ടിയത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സർക്കാർ ഇടപെട്ടതിനെ തുടർന്ന് സമരവുമായി മുന്നോട്ട് പോകുന്നില്ല, സമരം അവസാനിപ്പിച്ചു എന്ന് സമരസമിതി അറിയിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ അതായത് ഇവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കും എന്ന് മാത്രമല്ല, സർക്കാരിന്മേൽ വിശ്വാസമുണ്ട് എന്ന് കൂടി ഈ സമരസമിതി എടുത്തു പറയുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ കോൺഗ്രസിന്റെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു എന്നുള്ളതും വ്യക്തമാണ്. ആ ഒരു ഘട്ടത്തിൽ കോൺഗ്രസിൽ തന്നെ ഇപ്പോൾ ആഭ്യന്തര പ്രശ്നങ്ങൾ നടക്കുകയാണ്. ഒപ്പം INTUC-യും കോൺഗ്രസും ഒരു വിഷയത്തിൽ 2 നിലപാട് സ്വീകരിക്കുന്ന ഒരു അവസ്ഥയും തുടരുകയാണ്. ഈ ഒരു സാഹചര്യം കൂടിയാണ് ആശാ വർക്കർമാരുടെ കാര്യത്തിൽ ഉള്ള സമരത്തിൽ, അതായത് ചെറിയൊരു വിഭാഗം ആശാമാരുടെ സമരത്തിൻ്റെ കാര്യത്തിൽ പോലും INTUC കോൺഗ്രസിൻ്റെ നിലപാടല്ല സ്വീകരിച്ചത്. അതിനെതിരെ കോൺഗ്രസ് നേതാക്കന്മാർ പരസ്യമായി പോലും വിമർശിച്ചു എന്നൊക്കെയാണ് കേൾക്കുന്നത്. KC വേണുഗോപാൽ അടക്കം അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു പശ്ചാത്തലത്തിൽ എന്തായിരുന്നാലും ഈ അംഗനവാടി ജീവനക്കാരെ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വിധേയമാക്കി, വളരെ ചുരുങ്ങിയ അംഗനവാടി ജീവനക്കാരെ ആണെങ്കിൽ പോലും അവരെ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വിധേയമാക്കി INTUC-ക്ക് രംഗത്തെത്തേണ്ടി വന്നു. പക്ഷേ സർക്കാരുമായുള്ള ഒരു ചർച്ചയിൽ തന്നെ അവർക്ക് കാര്യങ്ങൾ ബോധ്യമായി അവർ സമരം പിൻവലിച്ച് പോവുകയാണ് അല്ലേ? അതാണ് അതിൻ്റെ വശം. മനസ്സാ തീർച്ചയായും അത് തന്നെയാണ്. SUCI സംഘടനയുടെ സമരം നമ്മൾ കണ്ടതാണ്. അവിടെ ഇന്ന് KC വേണുഗോപാൽ എത്തിയിരുന്നു. ഒപ്പം തന്നെ കേന്ദ്രത്തിനെതിരെയും ഇത്തരത്തിൽ നിലപാട് വ്യക്തമാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ കൂടിയും SUCI സംഘടന ഇതുവരെയും കേന്ദ്ര സർക്കാരിനെതിരെ ഒരു സമരം നടത്താൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ്. അതും ചുരുക്കം പേർ മാത്രമാണ് ഈ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് സമരം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെയാണ് സമരം തുടങ്ങി കുറെ കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിൽ അംഗനവാടി ജീവനക്കാർ സമരവുമായി എത്തുന്നത്. അതും ഇത്തരത്തിൽ INTUC-യുടെയും കോൺഗ്രസിന്റെയും ഒരു പിന്താങ്ങൽ
സമ്മർദ്ദത്തിനിടയിൽ തന്നെയാണ് ഇത്തരത്തിലൊരു സമരവുമായി രംഗത്ത് വരുന്നത്. അത് ആദ്യ ചർച്ചയിൽ തന്നെ ഒത്തുതീർപ്പായി എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം കേരളത്തിലാണ് നേരത്തെ അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്കണവാടി ജീവനക്കാരെ ഉൾപ്പെടെ പരിഗണിക്കുന്ന ഒരേ ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. ജീവനക്കാരുടെ എല്ലാ ആവശ്യങ്ങളും പരിഗണിക്കുന്ന ഒരു സർക്കാർ എന്ന് പറയുന്നതും ഈ സംസ്ഥാന സർക്കാർ തന്നെയാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു സമരവുമായി മുന്നോട്ട് പോയത്. ആ ചർച്ചയിൽ തന്നെ ഇക്കാര്യങ്ങൾ പറഞ്ഞ് ഒപ്പം ഈ ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് ഈ വിഷയങ്ങൾ പഠിക്കാൻ, അതായത് ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പഠിക്കാൻ. ആ കമ്മിറ്റി നിർദ്ദേശിക്കുന്ന പ്രകാരമായിരിക്കും, അല്ലെങ്കിൽ ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടി സ്വീകരിക്കുക എന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ശരി മാനസ.